ഒരു 7 സീറ്റർ വണ്ടി 2017 മോഡലാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ എത്ര രൂപ? 2016 മോഡൽ. എത്ര രൂപ ഉണ്ട് വണ്ടി ഇവിടെ നൽകാം? നമുക്ക് ഇതൊരു 60,000 രൂപ ഉണ്ട്. നമുക്ക് 60,000 രൂപ ഉണ്ടെങ്കിൽ എർട്ടിക 2017 7 സീറ്റർ ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നത് 1,15,000 കിലോമീറ്റർ ഓടിയത്. 1.15 ഓടിയിട്ടുണ്ട്. വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ വിലയുള്ളതാണ്. ലാസ്റ്റ് ഫൈനൽ ഈ ഒരു 7 സീറ്റർ നല്ല ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ ആണ്. അത്യാവശ്യം ടയർ നോർമൽ അല്ലേ? ആവറേജ് ടയർ ആണ് വരുന്നത്. എത്ര ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് 4,80 കൊടുക്കാം. 4,80,000 എർട്ടിക 7 സീറ്റർ 2016 മോഡൽ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ വോൾസാന്റെ ആമിയ വരുന്നുണ്ട്. ആമിയ ഏതാ മോഡൽ വരുന്നത്? ആമിയ 2017. പെട്രോളോ ഡീസലോ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വരുന്നത് 70,000 കിലോമീറ്റർ ഓടിയതാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ 2017 മോഡൽ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. ടയർ ആവറേജ് ടയറാണ് വരുന്നത്. വോൾസ്വാന്റെ ആമിയോ ലാസ്റ്റ് ഫൈനൽ 3,30,000. എത്ര ഇനീഷ്യൽ പേയ്മെന്റ് ഇറക്കാം? നമുക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്ന് ഇറക്കാം. ഓക്കെ, ഇനി ഒരു ജാസ് 7 സീറ്റർ നോക്കാം അല്ലേ? ജാസ് ഏതാ മോഡൽ വരുന്നത്? 2017. 7 സീറ്റർ എന്നാ ഞാൻ പറഞ്ഞത്, 5 സീറ്റർ. ഞാൻ പെട്ടെന്ന് ആ എർട്ടിക്കന്റെ ആ ഒരു മൈൻഡിൽ കയറിപ്പോയതാട്ടോ. ഇനിയിപ്പോ അത് ട്രോളാൻ നിൽക്കണ്ട. ജാസ് ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2017 70,000 കിലോമീറ്റർ ഓടി. 2017 70,000 കിലോമീറ്റർ ഓടിച്ച ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക അല്ലേ? നല്ല വൈറ്റ് കളർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എസ് വേരിയന്റ്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? നമുക്ക് 4,50 കൊടുക്കാം. 4,50,000 കൊടുക്കുക. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി കാർ കിട്ടുന്ന നമ്മളെ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ് കാറും ബൈക്കിലാണുള്ളത്. അതിൽ ബ്രോ തുടങ്ങാം നമുക്ക് പോലും. എന്താണ് ഓഫർ ഉള്ളത്? ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെ വണ്ടി ചെയ്ത് കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ 2 വർഷം വാറന്റി. 2 വർഷം 2017 മുകളിലുള്ള വണ്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വാറന്റി ഉണ്ട്. പിന്നെ അതായത് താഴെയുള്ള വണ്ടികൾക്ക് വെച്ചാൽ 1 വർഷം. പിന്നെ റോഡ് അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ വേറെ എങ്ങനെ അഡീഷണൽ ഓഫർ എന്തെങ്കിലും? ഓഫർ നമ്മൾ മാക്സിമം കുറഞ്ഞിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഇൻട്രസ്റ്റ് നല്ലൊരു കാർ സ്വന്തമാക്കാം. പിന്നെ ഏകദേശം 140 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്? 140 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് 2 വർഷത്തെ വാറന്റി വരെ തരുന്നത്. അത്രക്കും കോൾഡുള്ള വണ്ടികളാണ്. അപ്പൊ എന്തായാലും ഇവരെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം. ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കണ്ണൂർ തോട്ടയുടെ SM കോളേജിന് തൊട്ടടുത്തായിട്ട് നമ്മളെ പ്ലാറ്റിനം ഡ്രൈവ് അല്ല കാർ ബൈക്കിൽ. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു എക്സ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2023 മോഡൽ SX ഓപ്ഷനിലാണ് വരുന്നത്. 2023 മോഡൽ SX ഓപ്ഷനിൽ കണക്റ്റിംഗ് കാർ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. പെട്രോൾ. കിലോമീറ്റർ 23,000 കിലോമീറ്റർ മാത്രം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പക്ക ഹിസ്റ്ററിയാണ്. കമ്പനി പക്ക ഹിസ്റ്ററിയുള്ള. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്കിത് 7,85 കൊടുക്കാം. 7,85,000. പ്രൊഫൈൽ എല്ലാം ഓക്കെ, നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പൈസ ഒന്നും വേണ്ട. വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. 2023 മോഡൽ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, i20 ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. ഡീസൽ പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ മാത്രം ഓടി. 50,000 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? നമുക്കിത് 5,85 കൊടുക്കാം. 5,80,000 കൊടുക്കാം. ഓക്കെ, സെലേരി ഓട്ടോമാറ്റിക് ആണോ അല്ലെങ്കിൽ? ഓട്ടോമാറ്റിക് ആണ്. ഏതാ മോഡൽ വരുന്നത്? അത് 2015 മോഡലാണ്. 2015 സെലേരിയ. നല്ല റെഡ് കളർ. KL 13 വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് 2014 സെക്കൻഡ് ഓൺഷിപ്പ്. 2014 സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 50,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2014 സെക്കൻഡ് ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? നമുക്കിത് 3,60 ചെയ്ത് കൊടുക്കാം. 3,60,000. എത്ര ലോൺ കയറും? ഇതൊക്കെ നമുക്ക് ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഓക്കെ, ഈ കേട്ടൺ ഏതാ മോഡൽ വരുന്നത്? കേട്ടൺ 2016 മോഡൽ. 2017 മോഡൽ. 2017 കേട്ടൺ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 42,000 ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ. നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? റീപ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഓരോരോ വണ്ടിയുടെ ചോദിക്കുമ്പോൾ അതിലായാലും ഒന്ന് മാറിപ്പോകും. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 2,85 ചെയ്ത് കൊടുക്കാം. 2,85,000. ഇനീഷ്യൽ എത്ര വേണോ? ഇനീഷ്യൽ നമുക്ക് 60,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 60,000 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിറക്കാം. ഓക്കെ, ഈ വാഗണർ ഏതാ മോഡല്? വാഗണർ ഓട്ടോമാറ്റിക് 2017 2017 AMT ഗിയർ ബോക്സ്. എത്ര കിലോമീറ്റർ ഓടിച്ചത്? 42,000 കിലോമീറ്റർ. ഓൺഷിപ്പോ? സിംഗിൾ ഓൺഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് ഉണ്ട്, ക്ലീൻ ആൻഡ് നീറ്റ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ഓട്ടോമാറ്റിക് 2017 വാഗണർ. നമുക്ക് VXI. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര?
നമുക്ക് 4,10 കൊടുക്കാം. 4,10,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ആ ഒരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017 മോഡൽ ആൾട്ടോ. അതെ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. LXI VXIയോ? VXI. കിലോമീറ്ററോ? കിലോമീറ്റർ എന്ന് വെച്ചാൽ 42,000 ഓടിയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എത്ര ചോദിക്കുന്നത് ഫൈനലി? 3,10. 3,10,000. 2017 മോഡൽ. 2017 3,10. VXI ആണ്, LXI അല്ല, VXI ആണ് വരുന്നത്. ഈ ഡ്രൈവർ വരുന്നുണ്ട്. 2020 മോഡൽ RX ആണ്. 2020 മോഡല് RX. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? കിലോമീറ്റർ 40,000. എത്ര കിലോമീറ്റർ വരുന്നത്? ഒറ്റ സെക്കൻഡ്. 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ഇത് 5,10 കൊടുക്കാം. 5,10,000. അതെ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനീഷ്യൽ പേയ്മെന്റ് ആവശ്യമില്ല, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2018. ഏതാ ഓപ്ഷൻ? ക്രോസാ വരുന്നത്. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. 2018 മോഡൽ. 2018 മോഡൽ. ഓൺഷിപ്പോ? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈൻ എത്ര വയ്ക്കുന്നത്? നമുക്കിത് 4,50 കൊടുക്കാം. 4,50,000 കൊടുക്കാം. ഓക്കെ. ഈ ഐറ്റം ഏതാ മോഡൽ? 2023 മുതൽ സ്പോർട്സ്. പെട്രോൾ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് സൈഡ് ഡോർ മാത്രം റീപ്ലേസ് ചെയ്ത്. എത്ര ഓട്ടം പറഞ്ഞത്? 21,000 ഓടിയിട്ടുള്ളൂ. 2023 മോഡൽ i20. ലാസ്റ്റ് വരുന്നത് എത്ര? നമുക്കിത് 7,25 കൊടുക്കാം. 7,25,000 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട്, ചെറിയ വണ്ടികളൊക്കെ കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 2 വർഷത്തെ വാറന്റിയോട് കൂടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ഇവിടെ കാറും ബൈക്ക് നമ്മളെ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവിലേക്ക് വന്നാൽ മതി. അതിലെ ഞാൻ നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏകദേശം 140 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് കാർ ഇവിടെ എത്തുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് കാർ കിട്ടുന്നത്. അപ്പോൾ അടിയിൽ നമ്പർ എടുത്തിട്ട് ബാഗും വിളിച്ചു.